ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹങ്ങളാലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങൾ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും കൂട്ടിക്കൊള്ളുവിൻ. 2 പത്രോസ് 1:5 അല്പനേരത്തെ പ്രാർത്ഥനയും വഴിപാട് പോലുള്ള ബൈബിൾ വായനയിലും ഒതുങ്ങി നമ്മുടെ ജീവിതം നിരർത്ഥകമായി പോവുകയാണ്. ഇവിടെ ഇതാ നാം വായിച്ച ഈ വാക്യത്തിൽ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിരിക്കുന്ന ഒരു വലിയ നിലവാരത്തെപ്പറ്റി ദൈവവചനം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുവാൻ ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച്, എല്ലാ വിശേഷങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ച്, എല്ലാ വാർത്തകൾക്ക് പിന്നാലെയും പോയി വ്യർത്ഥമായി ജീവിക്കുന്ന നമുക്ക് ദിവ്യ സ്വഭാവത്തിനായി നമ്മുടെ ശരീരത്തെ ഒരുക്കുവാൻ, നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ പ്രവൃത്തികളെ സജ്ജമാക്കാൻ കഴിയാതെ പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നാം ഇപ്പോൾ ജീവിച്ചു പോരുന്നത്. നാം ഏദനിൽ നഷ്ടപ്പെടുത്തിയ ആത്മശരീരവും ആത്മമണ്ഡല നിലവാരത്തിലുള്ള ജീവിതവും നമുക്കിന്ന് അന്യമായിരിക്കുന്നു. പ്രിയരെ, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നാം സമയം ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവുമൊത്തുള്ള കൂട്ടായ്മയിൽ ദൈവവചനത്തോടൊപ്പം ലോകത്തിൽ നിന്നും അകന്ന് യഥാർത്ഥ ദിവ്യ സ്വഭാവത്തിന് വേണ്ടി നാം ഉത്സാഹിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൽ നമുക്ക് വളരാം. ദൈവവചനത്താൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. പരിശുദ്ധാത്മാവിൽ നമുക്ക് നിറയാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു എന്ന് വചനത്തിൽ പറയുന്നു. നാം ആത്മമനുഷ്യരാണ്. ആത്മമണ്ഡലത്തിൽ നമുക്ക് സംസാരിക്കുവാൻ ആത്മാവിൻ്റെ ഭാഷ ആവശ്യമാണ്. ആത്മാവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനായി നമുക്ക് ഉത്സാഹിക്കാം. ഉയരത്തിലുള്ളവയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. വീര്യവും പരിജ്ഞാനവും ഇന്ദ്രിയജയവുമെല്ലാം ആർജിച്ചെടുക്കുവാൻ നമുക്ക് ശ്രദ്ധ വെച്ച് ജീവിക്കേണ്ടിയിരിക്കുന്നു. ബലാത്കാരികളാണ് ദൈവരാജ്യത്തെ അവകാശമാക്കുന്നത്. സ്വാഭാവികമായ ഒരു ജീവിതം മാത്രമാണ് നാം ജീവിക്കുന്നതെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കുകയില്ല. മടിയന്മാർ തോറ്റുപോകുകയുള്ളൂ. ഉത്സാഹികൾ, ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കുന്നു. ആത്മീയമായ മണ്ഡലത്തിൽ അവർ ജീവിക്കുന്നു. ആത്മീകമായ അധികാരം അവർക്കുണ്ട്. ആത്മമണ്ഡലങ്ങളിലെ ദൂതന്മാരോടൊപ്പം ചേർന്ന് അവർ പ്രവർത്തിക്കുന്നു. ലോകത്തിൻ്റെ മോഹത്താനുണ്ടാകുന്ന നാശം വിട്ടൊഴിയാം. സ്വർഗീയ മണ്ഡലത്തിൽ ശക്തമായ അമാനുഷികമായ ഒരു ജീവിത നിലവാരം നമുക്ക് കെട്ടിപ്പടുക്കാം.